Greetings to one and all in the blessed name of our Lord and our Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ. I praise God for this blessed time the Lord has given us together in connection with this 118th Brethren General Convention that's going on here. 118ാമത് ബ്രദറൻ ജനറൽ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ നമുക്കിങ്ങനെ ലഭിച്ച ഈ സന്ദർഭത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. As we understand, most of us are people who have come from, who are laboring in the field in various places in our nation. നമ്മുടെ ഈ മഹാരാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് നാം ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നതിൽ ഭൂരിഭാഗവും ആളുകളും. And others are those the people of God who are very much interested in the work of the Lord in India. ഇന്ത്യയിലെ ദൈവവേലയിൽ വളരെയധികം ഉത്സാഹത്തോടുകൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരാണ് മറ്റ് ഉള്ളവരായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നവർ. We can say that this gathering is very noble and important one. ഇത് അതുകൊണ്ട് തന്നെ എല്ലാ നിലയിലും പ്രാധാന്യമുള്ളതും ശ്രേഷ്ഠവുമായ ഒരു കൂടിവരവാണ്. And I am greatly privileged to share the word of God at this moment. ഈ വിശേഷ സമയത്ത് ദൈവവചനം ശുശ്രൂഷിപ്പാൻ ഇടയായത് പദവിയായി ഞാൻ കരുതുന്നു. When I am thankful to God for this opportunity, I am also thankful to the dear brethren, the responsible brethren of this convention for extending this opportunity. ഇങ്ങനൊരു അവസരം നൽകിയ ദൈവത്തിന് ഞാൻ എല്ലാ നന്ദിയും അർപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ കൺവെൻഷന്റെ സംഘാടകരായിട്ടുള്ളവരോടും എൻ്റെ നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. Praise God for all the reports and all the testimonies that we could hear for about more than an hour, from various people. നാം അനേക സഹോദരന്മാരിൽ നിന്ന് സാക്ഷ്യത്തിൻ്റെ വാക്കുകളായി കർത്താവിൻ്റെ വേലയെക്കുറിച്ച് ഏതാണ്ട് 1 മണിക്കൂറോളം നാം അനേക കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. And praise God for all the grace that the Lord is giving unto his servants. ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ദൈവം നൽകുന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. And when we listen to all this, well, one thing that comes into our mind is the great need that is there in the field. നാം ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വയലിലുള്ള വലിയ അത്യാവശ്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുകയാണ്. As we often say, the harvest is plenty, but the laborers are few. നാം സാധാരണ ഓർക്കാറുള്ളത് പോലെ കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. It is necessary for us to commit ourselves unto the cause of Christ and also pray for our children and grandchildren that they may be moved into this field to labor for the Lord. കർത്താവിൻ്റെ കാര്യത്തിനു വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിക്കുകയും നമ്മുടെ മക്കളെയും കൊച്ചുമക്കളും കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ നാം അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യാം. May the Lord help us in that direction. ആ നിലയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. The topic that is given to me to share in this gathering is God's glory, our goal. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കുവയ്ക്കുവാനായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളതാണ്. God's glory as our goal. ദൈവത്തിൻ്റെ മഹത്വമാണ് നമ്മുടെ ലക്ഷ്യം. I want to bring to your attention a very familiar portion, very familiar epistle from the New Testament and share very familiar thoughts for our encouragement. പുതിയ നിയമത്തിലെ വളരെ സുപരിചിതമായ ഒരു ലേഖനത്തിൽ നിന്ന് സുപരിചിതമായ ചില ആലോചനകൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. That's from Paul's life. അത് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ നിന്നാണ്. Where he expresses his desire to bring glory unto God through his life and ministry. തൻ്റെ ജീവിതം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ദൈവത്തെ താൻ മഹത്വപ്പെടുത്തിയതിനെ കുറിച്ചാണ് നമുക്ക് ഓർക്കുവാൻ കഴിയുന്നത്. Kindly turn with me to Philippians chapter 1. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. When you come to verse 20, അതിന്റെ 20-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ the last portion of it, അതിന്റെ അവസാന ഭാഗം, we see how Paul expresses his desire for the same thing that we are considering. നാമും ഉത്സുകരായിരിക്കുന്ന അതേ വിഷയത്തിൽ പൗലോസിന്റെ ചിന്ത എന്താണെന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. There he says, Christ shall be magnified in my body. ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ മഹത്വപ്പെടണം. Christ shall be magnified in my body. ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ മഹിമപ്പെടണം. When he says magnified, it means he should be exalted or he should be glorified. മഹിമപ്പെടുക എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ ജീവിതത്തിലൂടെ ഉയർത്തപ്പെടണം എന്നാണ്. That was his desire. അതായിരുന്നു തൻ്റെ ആഗ്രഹം. Now when he says my body, it means the life in the body.
എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തിലുള്ള ജീവിതം എന്നാണ് ഉദ്ദേശിക്കുന്നത്. When he was in that body, through the life, through the ministry that he would be accomplishing, the only goal that he had was that God or Christ should be glorified through him. താൻ ഈ ശരീരത്തിലിരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ ശുശ്രൂഷയിലൂടെ സാധിക്കേണ്ടുന്ന ഏക കാര്യം ദൈവത്തിന് മഹത്വം ഉണ്ടാകണം എന്നുള്ളതാണ്. When you read the verses about that, അതിന് മുൻപുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ he tells about various ministries and various people around him. തൻ്റെ ചുറ്റുമുള്ള അനേക ശുശ്രൂഷകളെക്കുറിച്ചും ആളുകളെക്കുറിച്ചും നാം കാണുന്നു. He tells about certain who were doing the work of the Lord with envy and strife. അസൂയയോടും കലഹത്തോടും കൂടെ കർത്താവിന്റെ വേല ചെയ്യുന്ന ആളുകളെ കുറിച്ച് താൻ പറയുന്നു. He tells about certain people who were doing the work of the Lord with contention, without any sincerity at all. ആത്മാർത്ഥത ഇല്ലാതെ കർത്താവിന്റെ വേല ചെയ്യുന്ന ആളുകളെ കുറിച്ച് നാം കാണുന്നു. And after telling all that, he is actually now coming to the determination that I am going to do the work of the Lord with his glory as the end. ആ ആളുകളെ കുറിച്ചൊക്കെ പരാമർശിച്ചതിന് ശേഷം താൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു തീരുമാനത്തിലേക്ക് വന്ന് പറയുകയാണ്, ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്നത് കർത്താവിന്റെ മഹത്വം എന്ന ഏക ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും. This afternoon, as we are together considering about the work of the Lord in India, well, this should be our desire too. ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് ഇന്ത്യയിലെ കർത്താവിന്റെ വേലയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെയും ലക്ഷ്യം ഇതായിരിക്കണം. Let me tell you one thing. ഞാനൊരു കാര്യം ഇങ്ങനെ പറയട്ടെ. When you understand the word of God, we understand that the work of the redemption itself has the glory of God as its end, as its goal. നാം ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി തന്നെ ദൈവത്തിന്റെ മഹത്വമാണ് അതിന്റെ ലക്ഷ്യം. It is bringing back what is lost in Adam. ആദാമിൽ നഷ്ടപ്പെട്ടതിനെ മടക്കിക്കൊണ്ടുവരികയാണ്. When that work of redemption is completed, as we see in chapter 19 of the book of Revelation, we see the hallelujahs resounding in heaven. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പിന്റെ വേല നിവർത്തിക്കപ്പെടുന്നതിനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ എന്ന ശബ്ദം സ്വർഗ്ഗത്തിൽ ആവർത്തിച്ച് മുഴങ്ങുന്നത് നാം കേൾക്കുന്നു. I remember a story to explain this fact. ഇത് പറയുവാനായിട്ട് ഒരു കഥ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. That's about the royal families in two countries. രണ്ട് രാജ്യങ്ങളിലെ രാജകീയ കുടുംബങ്ങളെ കുറിച്ച് പറയുന്നു. They were neighboring countries. രണ്ട് സമീപ രാജ്യങ്ങളാണ്. The boy in one family, the royal family, they decided to marry the girl of the other royal family from the neighboring nation. ഒരു രാജ്യത്തിലെ രാജകീയ കുടുംബത്തിലുള്ളതായ ഒരു കുട്ടി, ഒരു രാജകുമാരൻ തന്റെ അടുത്ത രാജ്യത്തിലുള്ളതായ ഒരു രാജകുമാരിയെ വിവാഹം കഴിക്കുവാൻ തീരുമാനിക്കുകയാണ്. As both these families were most important in the two nations, marriage also was very important. ഈ രണ്ട് കുടുംബങ്ങളും അതാത് രാജ്യങ്ങളിലെ പ്രമുഖ കുടുംബങ്ങളായതുകൊണ്ട് വിവാഹവും ആ നിലയിലാണ്. All dignitaries from the whole world was called there. ലോക രാജ്യങ്ങളിലെ ബഹുമാനപ്പെട്ട ആളുകളെല്ലാം അവിടെയുണ്ട്. The day of the marriage came. അതിനുശേഷം ആ വിവാഹത്തിന്റെ ദിവസം എത്തി. All the people, all the guests, important guests have come there. അനേക പ്രമുഖരായിട്ടുള്ള ആളുകൾ അവിടെ എത്തി. The marriage was supposed to be in the bridegroom's place. ആ മണവാളന്റെ സ്ഥലത്ത് വെച്ച് വിവാഹം നടക്കുകയാണ്. So everything was arranged. സകലവും അവിടെ തയ്യാറാക്കി കഴിഞ്ഞു. The morning when the marriage should happen arrived. വിവാഹ ദിവസത്തിന്റെ രാവിലെ സമയം എത്തി. And suddenly from the other country, from the where the bride should come, instead of the bride, one messenger came there. മണവാട്ടിയുടെ സ്ഥലത്ത് നിന്നും മണവാട്ടി വരുന്നതിന് പകരം ഒരു സന്ദേശമാണ് വന്നത്. And a letter was carried from that king there to this king. അവിടുത്തെ രാജാവിന്റെ ഒരു സന്ദേശം ഒരാൾ കൊണ്ടുവന്നിരിക്കുകയാണ്. And this king took that letter and opened it. ഈ രാജാവ് ഈ കത്ത് തുറന്നു വായിച്ചു. And it tells that the girl was kidnapped that early morning from that royal family. ആ പ്രഭാതത്തിൽ ആ പെൺകുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. This family was totally shattered. ഈ കുടുംബം വളരെയധികം പരവശരായി തീർന്നു. Everything was arranged. എല്ലാ നിലയിലും അവർ ദുഃഖിതരായി, കാരണം സകലവും തയ്യാറാക്കിയതാണ്. All the guests had come. അതിനു വേണ്ടുന്നതായ വിശേഷപ്പെട്ട അതിഥികളെല്ലാം എത്തിക്കഴിഞ്ഞു. All the dignitaries from all the places have come. വളരെ പ്രമുഖരായിട്ടുള്ള അനേകം ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. Seating and all things were arranged. ഇരിപ്പിടവും മറ്റ് ക്രമീകരണങ്ങളും എല്ലാം തയ്യാറായി കഴിഞ്ഞു. Now how this people, this family will tell these people that this has happened? വന്നിരിക്കുന്ന ഈ ആളുകളോട് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചുവെന്ന് എങ്ങനെയാ പറയുന്നത്? How they will tell that marriage will not happen then? ഇന്ന് വിവാഹം നടക്കാൻ പോകുന്നില്ല എന്ന് എങ്ങനെ പറയും? But still they called all the dignitaries and told them
them that this has happened. എന്നിട്ടും ആ ആളുകളെല്ലാം ഒന്നിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു പോയി. And everyone was sent back, with all honors. അവരെ എല്ലാവരെയും ആ നിലയിൽ മടക്കി അയക്കുവാനിടയായി. And then that family came together. അതിനുശേഷം ആ കുടുംബം അവിടെ ഒന്നിച്ചു കൂടി. And they said, now what a disgrace has happened to us. നമ്മുടെ കുടുംബത്തിന് എന്തൊരു അപമാനമാ സംഭവിച്ചിരിക്കുന്നത്. Before the world, well, this is what has happened. ഈ ലോകത്തിന് മുമ്പാകെ ഇതാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. Now what can we do? നാം എന്ത് ചെയ്യാൻ കഴിയും? How can we bring back the grace and glory to our home? നമ്മുടെ ഈ കുടുംബത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ആ മഹത്വം എങ്ങനെ മടക്കിക്കൊണ്ടുവരാൻ കഴിയും? That story tells like this. ആ കഥ ഇങ്ങനെ പറയുന്നു. That bridegroom got up before his father. ആ പിതാവിന്റെ മുമ്പാകെ ആ മണവാളൻ എഴുന്നേറ്റ് നിന്നു. And he said like this. അദ്ദേഹം എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, I will sort it out. ഞാൻ ഇത് പരിഹരിക്കാം. We know who has kidnapped it. ആരാണ് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് എനിക്കറിയാം. Or we will find out who all are involved. അതിനകത്ത് ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. Give me some soldiers. എനിക്ക് ചില പടയാളികളെ തരിക. I will go with them. ഞാൻ അവരുമായി പോകാം. I will bring back the bride. ഞാൻ ആ മണവാട്ടിയെ മടക്കിക്കൊണ്ടുവരാം. The story tells that he went and brought back the girl and the marriage happened with all its glory. ആ കഥയുടെ അവസാനം ഇങ്ങനെയാണ്. അദ്ദേഹം മണവാളൻ പോയി മണവാട്ടിയെ മടക്കിക്കൊണ്ടുവന്നു. ആ വിവാഹം ശരിയായ നിലയിൽ നടത്തപ്പെടുവാനിടയായി. Thus the glory was brought back to the home. അങ്ങനെ ആ കുടുംബത്തിന്റെ മഹത്വം മടക്കിക്കൊണ്ടുവരുവാനിടയായി. This is exactly what is happening in the work of redemption. വീണ്ടെടുപ്പിന്റെ വേലയിൽ വാസ്തവത്തിൽ സംഭവിച്ചത് ഇത് തന്നെയാണ്. Well, I hope you understood, the meaning of that story. ഈ കഥയുടെ അർത്ഥം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. In Eden, the girl was kidnapped, so to say. ഏദൻ തോട്ടത്തിൽ ആ മണവാട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയേണ്ടതായിട്ടിരിക്കുന്നു. But then the Lord Jesus Christ, the Son of God, came, and through him the work of redemption is happening. ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. അവനിലൂടെ വീണ്ടെടുപ്പിന്റെ വേല നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. He is bringing back the glory to that great family who is named in heaven. സ്വർഗ്ഗത്തിൽ പേരെഴുതിയിരിക്കുന്ന വലിയ കുടുംബത്തിലേക്ക് താൻ മഹത്വം മടക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്. But this morning the blessed thing to remember is this. എന്നാൽ ഇന്ന് രാവിലെ നമുക്ക് ഓർക്കുവാനുള്ള അനുഗ്രഹീതമായ കാര്യം ഇതാണ്. In that great work of heaven, in that great work of God now happening on the earth, you and I are given a part. ദൈവത്തിന്റെ ഈ വലിയ പ്രവൃത്തി നടത്തപ്പെടുമ്പോൾ അത് ഈ ഭൂമിയിൽ നടക്കുന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കും അതിലൊരു പങ്ക് ദൈവം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. It's given to us by grace. അത് കൃപയാൽ ലഭിച്ചതാണ്. Not that we deserved it. നാം അതിന് യോഗ്യരാണ് എന്നല്ല. We have received it by grace. അത് നാം കൃപയാൽ ലഭിച്ചതാണ്. If it is received by grace, അത് കൃപയാൽ ലഭിച്ചതാണെങ്കിൽ it is necessary for us also to have that same end in view, the glory of God, and labor for it. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യവും അതുതന്നെ ആയിരിക്കണം. ദൈവത്തിന്റെ മഹത്വം അതിനുവേണ്ടിയാണ് നാം പ്രയത്നിക്കേണ്ടത്. May the Lord help us. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Now coming back to the Philippian epistle, ഫിലിപ്പിയ ലേഖനത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ I want to bring to your attention certain familiar verses in this epistle. ഈ ലേഖനത്തിലെ ചില വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. And I will tell you how we can labor for his glory on this earth. ഈ ലോകത്ത് കർത്താവിന്റെ മഹത്വത്തിനു വേണ്ടി നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. I want to bring to your attention 4 things. 4 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. As I mentioned, very familiar things, but which we have to hear it again. നമുക്ക് വളരെ സുപരിചിതമാണെങ്കിലും നാം ഇത് വീണ്ടും കേൾക്കുവാൻ ആവശ്യമുള്ളതാണ്. As I mentioned there in verse 20, we see the great desire that he had, that he wanted to glorify God through his life. 20ാമത്തെ വാക്യത്തിൽ നാം കണ്ടു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം യേശുക്രിസ്തു തന്റെ ശരീരത്തിലൂടെ മഹത്വപ്പെടണം. Then in verse 21 he says, 21ാം വാക്യത്തിൽ താൻ പറയുകയാണ്, for to me to live is Christ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. We ought to have that same attitude in our life also. നമ്മുടെ ജീവിതത്തിലും അതേ മനോഭാവം നമുക്കുണ്ടായിരിക്കണം. When Paul says to me to live is Christ, what does it mean? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവെന്ന് പൗലോസ് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? Another translation says like this. മറ്റൊരു ഭാഷാന്തരത്തിൽ ഇങ്ങനെ നാം കാണുന്നു, the reason of my living is Christ. എൻ്റെ ജീവിക്കുന്നതിന്റെ കാരണം ക്രിസ്തുവാണ്. The reason of my living, my life is Christ.
ഞാൻ ജീവിക്കുന്നതിന്റെ കാരണം തന്നെ ക്രിസ്തുവിന് വേണ്ടിയാണ്. Means I exist for Christ. ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. My purpose is Christ. എന്റെ ലക്ഷ്യം ക്രിസ്തുവാണ്. My everything is Christ. എന്റെ എല്ലാം ക്രിസ്തുവാണ്. I am dead with Christ, crucified with Christ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചിരിക്കുന്നു, ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. I don't live now. ഞാനല്ല ഇപ്പോൾ ജീവിക്കുന്നത്. But the life that I am living is His life lived through me. അവന്റെ ജീവിതം എന്നിലൂടെ ജീവിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. I cannot separate myself from the life of Christ. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് എന്നെ തന്നെ വേർതിരിക്കുവാൻ കഴിയുന്നില്ല. If I try to separate my life away from Christ, I am not there. I am a non-existence. ഞാൻ ക്രിസ്തുവിൽ നിന്ന് എന്നെ വേർതിരിച്ചു കഴിയുമ്പോൾ പിന്നെ എനിക്കൊരു അസ്തിത്വമില്ല. That's the meaning of this expression. അതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. For to me to live is Christ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. Now think about our Lord Jesus Christ. നമ്മുടെ കർത്താവിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. In connection with Christ and the Father, we can tell the same thing. ക്രിസ്തുവിനോടും പിതാവിനോടുമുള്ള ബന്ധത്തിൽ ഈ കാര്യം നമുക്ക് ഓർക്കുവാൻ കഴിയും. When you come to John 10:31, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ the Lord said like this, കർത്താവ് അവിടെ ഇങ്ങനെ പറഞ്ഞു, I and my Father are one. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. That means we are inseparably one. അവരെ വേർപിരിക്കുവാനാകാത്ത വിധം ഒന്നാണ്. Christ's life on earth was to manifest the Father. ഈ ലോകത്തിൽ യേശു കർത്താവിന്റെ ജീവിതം പിതാവിനെ വെളിപ്പെടുത്തുന്നതാണ്. His will was the Father's will. തന്റെ ഇഷ്ടമെന്ന് പറയുന്നത് പിതാവിന്റെ ഇഷ്ടമാണ്. His works were the Father's works. തന്റെ വാക്കുകൾ പിതാവിന്റെ വാക്കുകളാണ്. Everything was of the Father. എല്ലാം പിതാവിന്റേതാണ്. We cannot separate the Son from the Father. പിതാവിൽ നിന്ന് പുത്രനെ വേർപിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. We also ought to have that same relationship with the Lord Jesus Christ. അതേ ബന്ധം യേശു കർത്താവുമായിട്ട് നമുക്കുണ്ടായിരിക്കണം. His will becoming our will. അവന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമാകണം. His works becoming our works. അവന്റെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തി, അവന്റെ പ്രവൃത്തി നമ്മുടെ പ്രവൃത്തിയാവണം. Christ living through us. ക്രിസ്തു നമ്മിലൂടെ ജീവിക്കണം. The reason for our existence itself should be Christ. നമ്മുടെ ഈ അസ്തിത്വത്തിന്റെ നിലനിൽപ്പിന്റെ ലക്ഷ്യം തന്നെ ക്രിസ്തുവായിരിക്കണം. When that happens, when that attitude is there in our life, അത് സംഭവിക്കുമ്പോൾ God's name is glorified through our lives. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ നാമം മഹിമപ്പെടുവാനിടയാകും. This morning as we are together, just think about our own life and see why we live. What is the purpose of it? What is the reason for it? നാം ഇന്ന് രാവിലെ ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? ഞാൻ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? Many decades back, Sadhu Sundar Singh, I think when he came to Kerala for ministry, സാധു സുന്ദർ സിംഗ് അനേക ദശാബ്ദങ്ങൾക്ക് മുൻപേ കേരളത്തിലേക്ക് വന്നപ്പോൾ press reporters came around him. പത്രക്കാരായ ആളുകൾ തന്റെ ചുറ്റും കൂടി asked him many questions. അനേക ചോദ്യങ്ങൾ ചോദിച്ചു. One of the questions was this: അതിലൊന്ന് ഇങ്ങനെയായിരുന്നു, you left Sikh religion and joined Christians. നീ സിഖ് മതം വിട്ട് ക്രിസ്ത്യാനികളോട് ചേർന്നിരിക്കുക. What did you get? എന്ത് ലഭിക്കും? Is it money? പണമാണോ? He said no, it's Christ. അദ്ദേഹം പറഞ്ഞില്ല, ക്രിസ്തുവിനെയാണ് കിട്ടുന്നത്. Then they asked, അപ്പൊ അവര് ചോദിച്ചു, is it you became a big leader and a preacher among them? അവരുടെ കൂട്ടത്തിൽ ഒരു വലിയ പ്രസംഗകനോ നേതാവോ ആകുന്നു എന്നുള്ളതാണോ? He said no, it's Christ. അദ്ദേഹം പറഞ്ഞു, അല്ല, ക്രിസ്തുവാ. Is it fame that you have now? നിനക്ക് ലഭിക്കുന്ന ഈ വലിയ പേരും പ്രശസ്തിയും ഒക്കെയാണോ? He said no, it's Christ. അദ്ദേഹം പറഞ്ഞു, അല്ല, ക്രിസ്തുവാണ്. They kept on asking many things like that. In answer, he stuck to the same thing and he said Christ, Christ and Christ alone. തന്നോട് അവർ അനേക ചോദ്യങ്ങൾ ആവർത്തിച്ചു ചോദിച്ചെങ്കിലും താൻ പറഞ്ഞു, എനിക്ക് ലഭിക്കുന്നത് ക്രിസ്തുവാണ്, അത് മാത്രമാണ്. We also ought to have that same understanding about our life. നമ്മുടെ ജീവിതത്തെക്കുറിച്ചും അതേ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. It's easy to speak this and easy to listen to this also, but it should be practiced in our day-to-day life. ഇത് പ്രസംഗിക്കുന്നതും ഇത് കേൾക്കുന്നതും വളരെ എളുപ്പമാണെങ്കിലും നാം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. Reason for our life itself, our existence itself should be understood as Christ. നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ലക്ഷ്യം അത് ക്രിസ്തുവായിരിക്കണം. Coming to the second one. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. Chapter 2. രണ്ടാമത്തെ അധ്യായം. Again familiar passage. വളരെ പരിചിതമായ വേദഭാഗം. In verse 11 we see the mention to the glory of God. 11ാമത്തെ വാക്യത്തിൽ പിതാവിന്റെ മഹത്വത്തെക്കുറിച്ച് നാം കാണുന്നു. There we are told that to the glory of God the Father, one day all in heaven and in earth and under the earth
all are going to utter that statement that Jesus Christ is Lord. അവിടെ നാം വായിക്കുന്നത് സ്വർലോകത്തിലുള്ളവരും ഭൂലോകത്തിലുള്ളവരും അധോലോകത്തിലുള്ളവരും ഒരു ദിവസം യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഏറ്റുപറയുവാൻ ഇടയാകും. Just imagine, this whole universe is going to reverberate with that statement, Jesus Christ is Lord. ഈ ലോകം മുഴുവനും സർവ്വപ്രപഞ്ചവും യേശു ക്രിസ്തു കർത്താവെന്ന ആ ഒരു പദപ്രയോഗം കൊണ്ട് മുഴങ്ങുവാൻ പോകുകയാണ്. I remember ministering in Goa a few years back. ചില നാളുകൾക്ക് മുൻപേ ഗോവയിൽ മിനിസ്ട്രി ചെയ്ത കാര്യം ഞാൻ ഓർക്കും. It was a small meeting of college students. അത് കോളേജ് സ്റ്റുഡൻസിന്റെ ഒരു ചെറിയ യോഗമായിരുന്നു. Maybe 30-40 people. 30-40 ആളുകൾ മാത്രമുള്ള ഒരു യോഗം. I was sharing about the lordship of Christ. യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയായിരുന്നു. And I came to this verse. ഈ വാക്യത്തിലേക്ക് ഞാൻ വന്നു. And I told that this whole universe is going to echo with this statement that Jesus Christ is Lord. യേശു ക്രിസ്തു കർത്താവ് എന്ന ഈ ശബ്ദം കൊണ്ട് പ്രപഞ്ചം മുഴുവനും പ്രതിധ്വനിക്കുവാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു. The brother who was leading that meeting was very joyful when he heard that. അത് കേട്ടപ്പോൾ ആ ശുശ്രൂഷ നയിച്ച സഹോദരൻ വളരെ സന്തോഷമുള്ളവനായിട്ട് തീർന്നു. Towards the end of that meeting, അവസാനം ആ യോഗത്തിന്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ he asked all those students to rise up. താൻ ആ കുട്ടികളോടെല്ലാം പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കുക. And he said, one day all this universe is going to hear this declaration that Jesus Christ is Lord. ഒരു ദിവസം സർവ്വ പ്രപഞ്ചവും യേശു ക്രിസ്തു കർത്താവെന്ന ഈ ശബ്ദം കേൾക്കുവാൻ പോകുകയാണ് എന്ന് താൻ All are പറഞ്ഞു. going to utter this. എല്ലാവരും ഇത് പറയാൻ പോകുന്നു. Then he said, we 30-40 people in this hall, why don't we shout that now? ഇപ്പോ ഈ മുറിയിൽ ഇരിക്കുന്ന 30-40 പേരായ നാം എന്തുകൊണ്ട് ഈ കാര്യം ഉച്ചത്തിൽ പറഞ്ഞുകൂടാ? In one voice, together, with our best voice. നമുക്കൊന്നിച്ച് നമ്മുടെ മെച്ചമായ ശബ്ദത്തിൽ ഒന്നിച്ച് ഏക ശബ്ദത്തിൽ നമുക്കത് പറയാം. They said it together. അവർ ഒന്നിച്ചത് പറഞ്ഞു. The hall was actually, echoing with that statement. ആ ശബ്ദം കൊണ്ട് ആ മുറി മുഖരിതമായിരുന്നു. Then he said, one day the whole universe is going to hear this. ആ ഒരു ദിവസം സർവ്വ പ്രപഞ്ചവും ഇത് കേൾക്കുവാൻ പോകുകയാണ്. To the glory of the Father. പിതാവിന്റെ മഹത്വത്തിനായി. We will be also part on that day. നാമും ആ ദിവസത്തിന്റെ ഭാഗഭാക്കുകളാകുവാൻ പോകുകയാണ്. But let me tell you one thing. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ. This is the end of a passage which starts with verse 6. ഇത് 6-ാമത്തെ വാക്യത്തിൽ ആരംഭിച്ച് അവസാനിക്കുന്ന ആ വേദഭാഗത്തിന്റെ വാക്കുകളാണ് നാം ഇപ്പോൾ ഓർത്തത്. What do we see in verse 6? 6-ാം വാക്യത്തിൽ നാം എന്താ കാണുന്നത്? It tells about our Lord Jesus Christ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. He was in the form of God. അവൻ ദൈവരൂപത്തിൽ He ഇരിക്കുകയായിരുന്നു. thought it not robbery to be equal with God. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് അവൻ വിചാരിച്ചില്ല. He humbled himself. അവൻ തന്നെ താൻ താഴ്ത്തി. Came in the form of a servant. അവൻ ദാസരൂപം എടുത്തു. He was made in the likeness of man. മനുഷ്യ സാദൃശ്യത്തിലായി. And when you look at it, we see 7 steps downward. അവിടെ നാം ആ അനേക പടികൾ താഴേക്ക് അവൻ ഇറങ്ങുന്നത് കാണുന്നു. We see the perfection of his humility. അവന്റെ ആ താഴ്ചയുടെ ആ പൂർണ്ണതയായ 7 പടികൾ നാം He കാണുകയാണ്. went down even to the depth of the cross. ക്രൂശിലെ മരണത്തോളം അവൻ താഴേക്ക് പോയി. There was no place to go beneath that. അതിനേക്കാൾ താഴാൻ ഇനിയൊരു സ്ഥലമില്ല. There we see the fullness of that humility. അവിടെ നാം ആ താഴ്മയുടെ പൂർണ്ണത കാണുകയാണ്. Then we are told that he was made the Lord of all. അതിനുശേഷം നാം വായിക്കുന്നത് അവൻ സകലത്തിന്റെയും കർത്താവായിട്ട് തീരുന്നു. God hath exalted him highly. ദൈവം അവനെ ഏറ്റവും ഉയർത്തി. And this glory to God the Father towards the end of that verse 11 is the result of that humility. ആ താഴ്ചയുടെ പരിണിത ഫലമാണ് 11-ാം വാക്യത്തിന്റെ അവസാനത്തിൽ നാം കാണുന്ന ഈ ദൈവമഹത്വം. Do you want to bring glory to God? ദൈവത്തിന്റെ മഹത്വം കൊണ്ടുവരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? Without this mind of Christ in us, we cannot bring glory to God. ക്രിസ്തുവിന്റെ ഈ ഭാവമില്ലാതെ സ്വഭാവമില്ലാതെ ഈ മനസ്സില്ലാതെ ദൈവത്തിന്റെ മഹത്വം കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുകയില്ല. Humility. താഴ്മ. It is the crown of all the attributes of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ എല്ലാ സ്വഭാവ വൈശിഷ്ട്യങ്ങളുടെയും മുകുടമാണത്. Even if we have all other things and if you miss this,
all the rest of the things have no value at all. നമുക്ക് മറ്റെന്തെല്ലാം ഉണ്ടായിരുന്നാലും താഴ്മ എന്ന ഈ സദ്ഗുണം ഇല്ലാതെ പോയാൽ മറ്റൊന്നും വിലയില്ലാത്തതായിട്ട് മാറും. Suppose you have the ability to communicate the gospel with others. മറ്റുള്ളവരോട് വളരെ നല്ല നിലയിൽ സുവിശേഷം പങ്കുവെക്കുവാൻ കഴിഞ്ഞു എന്ന് വരാം. Suppose you have eloquence and all sorts of things. നിനക്ക് അനേക കാര്യങ്ങൾ നിനക്കുണ്ടായിരിക്കാം. You have the desire to help others. മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ്സുണ്ടായിരിക്കാം. Maybe you have all other abilities. മറ്റെല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കാം. If you don't have this ability, this attribute of Christ, well, all other things become just useless. എന്തെല്ലാം കഴിവുകളുണ്ടെങ്കിലും താഴ്മയില്ലെങ്കിൽ അതെല്ലാം ഉപയോഗശൂന്യമാണ്. The principle in the world is this. ലോകത്തിന്റെ തത്വം ഇങ്ങനെയാണ്. If you want to become big, you have to think big. നിനക്ക് വലിയവനാകണമെങ്കിൽ നീ വലിയവനായ നിലയിൽ ചിന്തിക്കണം. But remember, that's the principle in the world. അതാണ് ലോകത്തിന്റെ ചിന്ത. For those who follow Christ, that is not the principle. എന്നാൽ ക്രിസ്തുവിനെ പിൻപറ്റുന്നവരുടെ പ്രിൻസിപ്പിൾ തത്വം അതല്ല. The way up for us is the way down. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉയരത്തിലേക്കുള്ള പാത താഴേക്കുള്ള പാതയാണ്. The one who is great among us is the one who humbles himself and serves others. തന്നെ ഉയർന്നിരുന്നവനായവൻ തന്നെ താൻ താഴ്ത്തി മറ്റുള്ളവരുടെ ദാസനായി തീരുന്ന ആ പാത. May the Lord give us grace that we may know this great principle in our life. നമ്മുടെ ജീവിതത്തിൽ ഈ വലിയ സിദ്ധാന്തം മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മളോട് കൃപ കാണിക്കട്ടെ. That mind that was in Jesus Christ ought to be there in us. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നമ്മിൽ ഉണ്ടായിരിക്കട്ടെ. When that comes in our life, അതിനുശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് നാം വരുമ്പോൾ, when the Father looks at our lives, well, he can see the reflection of his Son in us. He is pleased. ദൈവം തന്റെ പുത്രന്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ ദൈവം സന്തുഷ്ടനായി തീരുന്നു. Let me tell you another thing. ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. Situations in India are changing greatly. ഭാരതത്തിന്റെ പരിസ്ഥിതികൾക്ക് വ്യത്യാസം വരികയാണ്. In many places where we used to freely go and declare the gospel, share the gospel, is not possible now practically. വളരെ സ്വാതന്ത്ര്യത്തോടെ സുവിശേഷം അറിയിച്ചിരുന്ന പല രംഗങ്ങളിലും നമുക്ക് ഇന്ന് അത് അസാധ്യമായി തീർന്നിരിക്കുകയാണ്. For example, in Mumbai 25 years 30 years before, in any corner we could stand and preach the gospel. ഉദാഹരണത്തിന് ബോംബെയിൽ 25-30 വർഷങ്ങൾക്ക് മുമ്പേ എവിടെ നിന്ന് വേണമെങ്കിലും സുവിശേഷം പറയാമായിരുന്നു. Now practically it has become impossible. എന്നാൽ ഇപ്പോൾ അത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമായി. Not only there, but in most of the places in India, that's the story. അവിടെ മാത്രമല്ല, ഇന്ത്യയിലെ അനേക സ്ഥലങ്ങളിലെയും സ്ഥിതി അതാണ്. But let me tell you one thing. എന്നാൽ ഞാനൊരു കാര്യം ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. Gospel is not only, shared by proclamation. വാക്കുകളിലൂടെ അറിയിക്കപ്പെടേണ്ടത് മാത്രമല്ല സുവിശേഷം. It is not only shared by serving others. അത് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ സേവിക്കുന്നതിലൂടെ മാത്രം കാണിക്കേണ്ടതല്ല. But it is shared through our lives too. നമ്മുടെ ജീവിതത്തിലൂടെയും അത് അറിയിക്കപ്പെടേണ്ടതാണ്. And this third means of communication, no one can stop anywhere. ലോകത്തിൽ ഒരിടത്തും ഈ മൂന്നാമത്തെ തരത്തിലുള്ള സുവിശേഷവൽക്കരണം അത് തടയുവാൻ ആർക്കും കഴിയുകയില്ല. We often say like this. നാം ഇങ്ങനെ സാധാരണ പറയാറുണ്ട്. Gospel is shared through three means. സുവിശേഷം 3 രീതിയിൽ അറിയിക്കുവാനിടയാകും. In Greek there are 3 words for that. 3 വാക്കുകളാണ് ഗ്രീക്ക് ഭാഷയിൽ അതിനകത്തുള്ളത്. I will tell the Greek word itself. Some of that are familiar to us. നമുക്ക് വളരെ പരിചയമുള്ളതായതുകൊണ്ട് ചില വാക്കുകൾ അതിനോട് ബന്ധത്തിൽ പറയാം. And the first word is kerygma. ഒന്നാമത്തെ വാക്ക് kerygma. It is proclamation. കെറിഗ്മ, അതിന്റെ അർത്ഥം അറിയിക്കുക, ഘോഷിക്കുക എന്നാണ്. The second word is diakonia. രണ്ടാമത്തെ വാക്ക് ഡയക്കോനിയ എന്നാണ്. It means serving, service. അതിന്റെ അർത്ഥം ശുശ്രൂഷിക്കുക എന്നാണ്. The third word is very familiar to us. It is koinonia. മൂന്നാമത്തെ പദം നമുക്ക് വളരെ പരിചയമുള്ളതാണ്, കൊയിനോണിയ എന്നാണ്. Its meaning also we know, that's fellowship, fellowship of our life. അതിന്റെ അർത്ഥം കൂട്ടായ്മ എന്നാണ്. Sharing gospel through life. ജീവിതത്തിലൂടെ സുവിശേഷം പങ്കുവയ്ക്കുക. Sharing gospel by living together with them. മറ്റുള്ള ആളുകളോട് ചേർന്ന് ജീവിച്ച് അതിലൂടെ സുവിശേഷം അറിയിക്കുക. A few say months back
I was speaking to an evangelist who is laboring for the Lord in a very difficult situation. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുവിശേഷകനുമായി ഞാൻ കുറച്ചാൾക്ക് മുമ്പേ സംസാരിക്കുവാനിടയായി. I asked him, how are you sharing the gospel there? എങ്ങനെയാ അവിടെ സുവിശേഷം പങ്കുവെക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. This is what he told me. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. Uncle, it is only through friendship evangelism. അത് സുഹൃത്ത് ബന്ധത്തിലൂടെയുള്ള സുവിശേഷീകരണത്തിലൂടെ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. That is, make friends. അതിന്റെ അർത്ഥം ആദ്യമേ സുഹൃത്തുക്കളാകുക, and then share the gospel when there is an opportunity. അത് കഴിഞ്ഞ് അവസരം ലഭിക്കുമ്പോൾ സുവിശേഷം പങ്കുവെക്കുക. I asked him, how is it working? എങ്ങനെ അത് നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. Said in some cases it is working. അത് പ്രായോഗികമായി നടക്കുന്നു എന്ന് താൻ പറഞ്ഞു. What I am trying to say is this. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതാണ്. The opportunity of kerygma may stop. ഒരുപക്ഷേ സുവിശേഷം പ്രഘോഷിക്കുന്ന കെറിഗ്മ അതിന്റെ അവസരം അവസാനിച്ചു എന്ന് വരാം. The opportunity of diaconia, serving, that also may stop. ഡയക്കോനിയ അഥവാ ശുശ്രൂഷിക്കുന്ന ആ അവസരവും അവസാനിച്ചു എന്ന് വരാം. But koinonia, sharing gospel through life, our character, our mind express, it's never going to stop. എന്നാൽ കൊയിനോണിയ അഥവാ നമ്മുടെ ജീവിതത്തിലൂടെ സ്വഭാവത്തിലൂടെ സുവിശേഷം പങ്കുവെക്കുന്ന ആ ദൗത്യം അതൊരിക്കലും അവസാനിക്കുന്നില്ല. No one will ever come and tell you, well, don't live such good life among us. ഇങ്ങനെയുള്ള നല്ലൊരു ജീവിതം ഞങ്ങളുടെ മധ്യേ താമസിക്കാനായിട്ട് നിങ്ങൾ കഴിക്കരുത് എന്ന് ആരും നമ്മളോട് പറയില്ല. They will only come and tell, well, how are you able to live such life among us? ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ജീവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നവർ ചോദിച്ചേക്കാം. That becomes an opportunity to share the gospel. അത് സുവിശേഷം പറയുവാനുള്ള ഒരു അവസരമാണ്. What I am trying to say is, let's have the mind of Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി നമുക്ക് തീരാം. അതാണ് ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. Let his attribute become, our character, our nature. ഈ സ്വഭാവം നമ്മുടെ സ്വഭാവമായി പരിണമിക്കട്ടെ. For that you have to learn of him. അതിനായിട്ട് അവനിൽ നിന്ന് പഠിക്കണം. For that you have to love him. അതിനായിട്ട് അവനെ സ്നേഹിക്കണം. Then you have to emulate the life of Christ. അതിന് മാത്രമല്ല അവന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൽ നാം പിൻപറ്റുവാനിടയാകണം. When you come to chapter 3 from verse 7 onwards, we see Paul telling that desire that he has. തനിക്കുള്ള ആ ആഗ്രഹത്തെ 3-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. Not going to touch on that. ഞാൻ അതിലേക്ക് പോകുന്നില്ല. So Christ should be our life. ക്രിസ്തു നമ്മുടെ ജീവിതമായിരിക്കണം. Christ should be our character. ക്രിസ്തു നമ്മുടെ സ്വഭാവമായിരിക്കണം. Now come to chapter 4. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ verse 13. 13-ാമത്തെ വാക്യം. Again very familiar verse. നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു വാക്യം. I can do all things through Christ which strengtheneth me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. Christ our strength. എൻ്റെ ശക്തിയായ ക്രിസ്തു. He says, I can do all things. എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. What all things? എന്തെല്ലാമാണ് ഈ കാര്യങ്ങൾ? Verse 12 answers that. 12-ാമത്തെ വാക്യത്തിൽ അതിന് ഉത്തരമുണ്ട്. I can be abased, I can abound, and all that he tells there. അവിടെ താഴ്ചയിലിരിപ്പാൻ അതുപോലെ സമൃദ്ധിയിലിരിപ്പാൻ പല കാര്യങ്ങൾ നാം അവിടെ വായിക്കുന്നു. I can be full, I can be hungry, and all that. I can suffer, everything he tells there. അവിടെ നാം തൃപ്തനായിരിപ്പാൻ, വിശന്നിരിപ്പാൻ, സമൃദ്ധിയിലിരിപ്പാൻ അനേക കാര്യങ്ങൾ വായിക്കുന്നു. So I can face all situations. That's what it means. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. How? എങ്ങനെയാണ്? Because he gives strength to me. അതിന്റെ കാരണം അവൻ അതിനായിട്ട് എന്നെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. My own strength is not sufficient. എന്റെ തന്നെ ശക്തി അതിന് പര്യാപ്തമല്ല. But he becomes my strength. എന്നാൽ അവൻ എന്റെ ശക്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. His power empowers me. അവന്റെ ശക്തി എന്നെ ശക്തനാക്കുന്നു. Dear brothers and sisters, പ്രിയ സഹോദരീ സഹോദരന്മാരെ, in the work of the Lord, in the Christian life, the power that is unleashed through us is not of flesh, should not be of flesh, but it should be the strength and power of the Lord Jesus Christ himself. കർത്താവിന്റെ വേലയിലും ക്രിസ്തീയ ജീവിതത്തിലും നമ്മിലൂടെ വ്യാപരിക്കുന്നതായ ശക്തി നമ്മുടെ ജഡത്തിന്റെ ശക്തിയായിരിക്കാൻ പാടില്ല, പിന്നെയോ ക്രിസ്തുവിന്റെ ശക്തി നമ്മിലൂടെ വ്യാപരിക്കുന്നതായിരിക്കണം. When you come to the book of Ephesians, we see reference to the strength, the power of God in various ways. എഫേസ്യ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ കർത്താവിന്റെ വലിയ ശക്തിയെ വിവിധ വാക്കുകളിലൂടെ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. In chapter 6 and verse 10 we are told that we should be strong in the power of God. 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. And when you come to chapter 3 and verse 20 we are told that God can do more than what we ask or think through the power that is in us. 3-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ
നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി അവന് ചെയ്യുവാൻ കഴിയും എന്ന് നാം വായിക്കുന്നു. In chapter 3 and verse 16, there Paul tells about the strength that God gives within us in the inner man. നമ്മുടെ അകത്തെ മനുഷ്യനിൽ അവൻ നൽകുന്ന ശക്തിയെക്കുറിച്ച് 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. In chapter 1 also we see the description of that great power of God. ദൈവത്തിന്റെ ആ വലിയ ശക്തിയെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. So dear brothers and sisters, there is a great store of power that's available for us. പ്രിയമുള്ളവരെ, വലിയ ഒരു ശക്തിയുടെ സ്രോതസ്സ് നമുക്ക് വേണ്ടി ലഭ്യമായിട്ടുണ്ട്. But we ought to be connected with that source of power. ആ ശക്തിയുടെ സ്രോതസ്സുമായി നാം ഒന്ന് കണക്ട് ചെയ്യപ്പെടുക മാത്രമേ വേണ്ടൂ. Then we will be able to face the troubles in the field. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വേലയുടെ മുഖത്തുള്ളതായ അനേക പ്രതിസന്ധികളെ നമുക്ക് നേരിടുവാൻ കഴിയും. Then we will be able to wade through the problems that comes in our day-to-day lives. നമ്മുടെ പ്രതിദിന ജീവിതത്തിൽ നാം നേരിടുന്നതായ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നമുക്കിടയാകും. Then we will be able to glorify God in this world. ഈ ലോകത്തിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകും. Christ our strength. ക്രിസ്തു നമ്മുടെ ശക്തി. We don't have time to go to various other verses to explain it. ഇത് വിവരിക്കുവാനായി മറ്റു ഭാഗങ്ങളിലേക്ക് പോകുവാൻ ഇപ്പോൾ സമയമില്ല. Time is almost over for the ministry of the word. ദൈവവചനത്തിന്റെ ശുശ്രൂഷയുടെ സമയം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. So Christ our life. ക്രിസ്തു നമ്മുടെ ജീവിതം. Christ our character. ക്രിസ്തു നമ്മുടെ സ്വഭാവം. Christ our strength. ക്രിസ്തു നമ്മുടെ ശക്തി. One more point. ഒരു കാര്യം കൂടെ. Look at verse 19 and 20 of chapter 4. 4-ാം അധ്യായം, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. There in verse 20 we see the reference to the glory of the Father again. അവിടെ നാം 20-ാം വാക്യത്തിൽ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വീണ്ടും കാണുകയാണ്. But here in verse 19 it says that God shall, or rather my God shall supply all your need according to his riches in glory by Christ Jesus. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്ന എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. Paul is writing from the prison, we know that. ഇത് തടവിലിരുന്നു കൊണ്ടാണ് പൗലോസ് എഴുതുന്നത് നമുക്കറിയാം. Probably by then he had completed a 25 or more than 25 years ministry. ഒരുപക്ഷേ തന്റെ ശുശ്രൂഷ ജീവിതത്തിന്റെ 25 വർഷങ്ങളോളം അന്നേരം കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. The whole Roman world he traveled and preached the gospel. റോമൻ ലോകം മുഴുവനായി താൻ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചു കഴിഞ്ഞു. He had all difficulties and experiences in the way of that ministry. മിനിസ്ട്രി ശുശ്രൂഷയുടെ തലത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും താൻ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. Now from that prison he is telling, ഇപ്പോൾ ആ തടവറയിൽ കിടന്നുകൊണ്ട് താൻ പറയുകയാണ്, my God shall supply all your need. എന്റെ ദൈവം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും തീർത്തു തരും. Notice that word, my God. അവിടുത്തെ ആ വാക്കൊന്ന് ശ്രദ്ധിക്കുക, എന്റെ ദൈവം. Just imagine, he says from that prison, my God. ആ തടവറയിൽ ഇരുന്നു കൊണ്ട് താൻ പറയുകയാണ്, എന്റെ ദൈവം. What is the significance of that expression? ആ പ്രയോഗത്തിന്റെ പ്രത്യേകത എന്താ? My God who called me for the ministry. എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചാക്കിയ എന്റെ ദൈവം. My God who supplied all my needs. എന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തന്ന എന്റെ ദൈവം. My God who secured my life in all situations. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും എന്നെ സംരക്ഷിച്ച് നിലനിർത്തിയ എന്റെ ദൈവം. My God who supplied all my needs hitherto shall supply your needs too. ഇതുവരെയും എന്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തന്ന എന്റെ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെയും നിവർത്തിച്ചു തരും. Paul is encouraging these believers to look to God for all supplies. ഏത് ആവശ്യത്തിനുമായി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, അല്ലെങ്കിൽ പൗലോസിന്റെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ പൗലോസ് ഇവിടെ ദൈവജനത്തെ ആഹ്വാനം ചെയ്യുകയാണ്. If our children go to the neighbor's house and borrow money from there, what a disgrace for us, isn't it? നമ്മുടെ മക്കൾ അയൽവക്കത്ത് പോയി അവരിൽ നിന്ന് പണം കടം വാങ്ങിയാൽ അത് നമുക്ക് എത്രയോ വലിയ അപമാനമാണ്. Without asking, going and asking there, it's a big disgrace for us, isn't it? നമ്മളോട് ചോദിക്കുന്നതിന് പകരം അവരോടാ ചോദിക്കുന്നതെങ്കിൽ അതെന്തൊരു അപമാനമാണ്. And when we come to know that, well, what great grief it becomes. അത് നാം അറിയുമ്പോൾ അത് എത്ര വലിയ ദുഃഖത്തിന് കാരണമാകും. Well, here we see that we don't have to go anywhere else. We don't have to go to any other field, but we can go after our God himself. He shall supply. നമ്മുടെ ആവശ്യങ്ങളുടെ മുഖത്ത് മറ്റുള്ളവരിലേക്ക് നോക്കാതെ മറ്റു രംഗങ്ങളിലേക്ക് നാം പോകാതെ നാം നമ്മുടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം. അവൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തീർത്തു തരും. As we know, most of us are laboring in the field. നമ്മിൽ അനേകരും കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്നവരാണല്ലോ. Needs crop up, in any measure. വിവിധ നിലയിലുള്ള ആവശ്യങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. There are no limits for it. അതിന് യാതൊരു അവസാനവുമില്ല. But let me tell you one thing. ഞാൻ എന്നാൽ ഒരു കാര്യം പറയട്ടെ. Here the scripture says that our God is able to supply
all needs. തിരുവെഴുത്ത് പറയുകയാണ് നമ്മുടെ ദൈവം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തീർത്തു തരുവാൻ പ്രാപ്തിയുള്ളവനാണ്. Don't go to the neighborhood. അതുകൊണ്ട് അയൽവക്കത്തേക്ക് പോകണ്ട. If you go there, you are bringing disgrace to the Father. അങ്ങനെ പോയാൽ നമ്മുടെ സ്വർഗീയ പിതാവിനെ നാം അപമാനിക്കുകയാണ്. Don't look at the funds. നാം ഫണ്ടുകളിലേക്ക് നോക്കരുത്. Don't look at the local assemblies even. നാം നമ്മുടെ സഭകളിലേക്ക് പോലും നോക്കരുത്. Don't look at all those people who support you. നമ്മെ സഹായിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നാം നോക്കരുത്. These are all various means through which God supports His work, no doubt about it. ദൈവത്തിന്റെ വേലയെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ദൈവം ഒരുക്കിയ വിവിധ മാധ്യമങ്ങളാണിതെല്ലാം. God is using them and they are doing their ministry. അവരെ ദൈവം ആ കാര്യം ഭരമേൽപ്പിച്ചിരിക്കുന്നു. അവർ അവരുടെ ദൗത്യം നിർവഹിക്കുകയാണ്. But as servants of God who is employed from heaven, called from heaven, our eyes should not be on those things. സ്വർഗത്തിൽ നിന്ന് ഉള്ള വിളി കേട്ട് സ്വർഗീയമായ ദൗത്യത്തിന് വേണ്ടി നിയമിക്കപ്പെട്ടതായ നാം അവരിലേക്കല്ല നോക്കേണ്ടുന്നത്. Even if difficulties are there, even if uncertainties are there, wait for the Lord until He works. ബുദ്ധിമുട്ടുകളുടെയും അനിശ്ചിതത്വങ്ങളുടെയും നടുവിൽ നാം അവരിലേക്ക് നോക്കാതെ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവോളം അവനിലേക്ക് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. Because this verse clearly tells that my God shall supply all your need. ഇവിടെ നാം വായിക്കുന്നത് എൻ്റെ ദൈവം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി തരും. Very often I use this illustration. ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം സാധാരണ പറയാറുണ്ട്. It's about a picture which I saw long time back in a missionary magazine. ഒരു മിഷണറി മാഗസിനിൽ കണ്ട ഒരു ചിത്രമാണ് അതിനാധാരം. Its cover page, there was a big picture. അതിന്റെ കവറിൽ വലിയ ഒരു ചിത്രമുണ്ടായിരുന്നു. It was a man of maybe 60-65 years old. 60-65 വയസ്സുള്ള ഒരു മനുഷ്യൻ, well dressed man, വളരെ ഭംഗിയായി വസ്ത്രം ധരിച്ചവനാണ്. and he is holding his hand up like this. തന്റെ കൈ താൻ ഇങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. Something is there in his hand. തന്റെ ആ കൈയിൽ എന്തോ ഉണ്ട്. That was the cover picture. അത് ഒരു ബുക്കിന്റെ കവറിലുള്ള പടമാണ്. It's a missionary magazine. അതൊരു മിഷണറി മാഗസിനാണ്. So I was wondering what it is. എന്തായിരിക്കാം ഇതിന്റെ അർത്ഥം എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. And went inside the page. ഞാൻ ആ പുസ്തകം തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് നോക്കി. And I started reading the explanation of this picture. അതിന്റെ വിവരണം ഞാൻ വായിച്ചു നോക്കി. It's the picture of a missionary who went from US to some interior village in Africa to labor for the Lord. US-ൽ നിന്നുള്ളതായ ഒരു മിഷണറി ആഫ്രിക്കയുടെ ഉൾനാടുകളിൽ എവിടെയോ കർത്താവിന്റെ വേലയ്ക്കായിട്ട് പോയ ഒരാളുടെ ചിത്രമാണ്. This really happened many decades back. അനേക ദശാബ്ദങ്ങൾക്ക് മുൻപേ സംഭവിച്ച കാര്യമാണ്. So as a young man when he left the assembly in US, US-ലായ സഭ വിട്ട് വന്നതായ ആ വ്യക്തി, there was a meeting when he was leaving that place. താൻ അവിടെ നിന്ന് പോരുമ്പോൾ അവിടെ ഒരു യോഗമുണ്ടായിരുന്നു. That assembly was sending him to Africa. ഈ സഭ തന്നെ ആഫ്രിക്കയിലേക്ക് അയക്കുകയാണ്. And those were time when the communication facilities were not present as we have now. ഇന്നത്തെ പോലെയുള്ള വാർത്താവിനിമയ സൗകര്യങ്ങൾ അന്നുണ്ടായിരുന്നില്ലല്ലോ. Phone facilities like now, it was not there. നമുക്കുള്ളതുപോലെ ഇന്നത്തെ ഫോൺ സൗകര്യങ്ങളില്ല. Net was not there. ഇന്റർനെറ്റ് ഇല്ല. If you write a letter, it may take many months to reach the destination. ഒരു എഴുത്ത് എഴുതിയാൽ തന്നെ അത് എത്തുവാൻ അനേകം സമയമെടുക്കും. More than an year it will take for a reply to come. ഇനി അതിന്റെ മറുപടി വരുമ്പോഴേക്കും ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞിരിക്കും. That kind of a time it was. അങ്ങനെയുള്ള ഒരു കാലം. So when this assembly was sending this young man as a missionary, ഈ സഭ ഈ യുവാവിനെ മിഷണറിയായി ആഫ്രിക്കയിലേക്ക് അയക്കുമ്പോൾ, everyone after the meeting said, brother, we will be praying for you. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു, സഹോദരാ, ഞങ്ങൾ എന്നും സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കും. We will try to contact you. നിന്നെ നീയുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. Visit you once in a while. എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങളുടെ സ്ഥലം ഞാൻ സന്ദർശിക്കും. Our assembly is behind you. ഞങ്ങളുടെ സഭ നിങ്ങളുടെ പിന്നാലെ ഉണ്ട്. You know how people tell, isn't it? ഇങ്ങനെ ആളുകൾ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. Then one elderly brother came there. ഒരു പ്രായമുള്ള ദേവദാസൻ വന്നു. And he shook the hands with this brother. ഇദ്ദേഹത്തിന് ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുത്തു. And he said like this. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, brother, I don't know how I will be able to contact you. സഹോദരനെ എങ്ങനെ കോൺടാക്ട് ചെയ്യാൻ ഒക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. When you are in need, how I will come to know, I don't know. സഹോദരന്റെ ആവശ്യം വരുമ്പം ഞാനതെങ്ങനെ അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I will do one thing. ഞാനൊരു കാര്യം ചെയ്യാം. I will give you a gold coin. ഞാനൊരു സ്വർണ്ണ നാണയം തരാം. Don't sell it. അതൊരിക്കലും വിൽക്കരുത്. Keep it in your house. അത് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി. When things comes, that is in a condition where you have nothing else for sustenance. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ മറ്റൊന്നും നിനക്ക് ഇല്ല എന്ന് വരുന്ന സമയത്ത്, no source of help at all, ഒരു സഹായവും ലഭിക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുമ്പോൾ, nothing in the home,
വീട്ടിലൊന്നുമില്ലാതിരിക്കുമ്പോൾ, when you come to such situation, അങ്ങനെയുള്ള പ്രതിസന്ധിയിൽ നീ എത്തുമ്പോൾ, then only you sell this. അന്നേരം മാത്രമേ അത് വിൽക്കാവൂ. Meet your need. എന്നിട്ട് നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാം. So keep this with you. അതുകൊണ്ട് ഇത് നീ സൂക്ഷിച്ചു വെക്കണം. That brother took that. ആ സഹോദരൻ അത് എടുത്തു. He went to Africa. ആഫ്രിക്കയിലേക്ക് താൻ പോയി. For many decades he labored there. അനേക നാളുകൾ താൻ അവിടെ അധ്വാനിച്ചു. After 50 years he came back to the state, to that assembly which sent him there. തന്നെ അയച്ച ആ സഭയിലേക്ക് 50 വർഷങ്ങൾക്ക് ശേഷം താൻ മടങ്ങി വന്നു. He gave a testimony there. അവിടെ വന്നൊരു സാക്ഷ്യം താൻ പറഞ്ഞു. Testimony of God's faithfulness. ദൈവത്തിന്റെ വിശ്വസ്തതയുടെ സാക്ഷ്യം. While he was taking that testimony, telling that testimony, ആ സാക്ഷ്യം താൻ പങ്കുവയ്ക്കുമ്പോൾ he put his hand in the pocket, തന്റെ പോക്കറ്റിലേക്ക് താൻ കൈയിട്ടു. took a gold coin from his pocket, അതിനകത്തുനിന്ന് ആ സ്വർണ്ണ നാണയം താൻ എടുത്തു. showed the people, എന്നിട്ട് എല്ലാവരെയും കാണിച്ചു. and he showed and told like this. എന്നിട്ട് താൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, This is how I got this coin. എനിക്കിത് ലഭിച്ചത് ഇങ്ങനെയാണ്. He gave all that narration of it. അതിന്റെ കഥയെല്ലാം താൻ പറഞ്ഞു. 50 years have gone. 50 വർഷങ്ങൾ പിന്നിട്ടു. There was not even a single point of time when I had to sell this. എനിക്കിത് വിൽക്കേണ്ട ആവശ്യം വന്ന ഒരു സമയം പോലും ഉണ്ടായിട്ടില്ല. Assemblies were not there. സഭകൾ അവിടെ ഉണ്ടായിരുന്നില്ല. Believers were not there. അവിടെ വിശ്വാസികൾ ഉണ്ടായിരുന്നില്ല. But God was there. എന്നാൽ ദൈവം അവിടെ ഉണ്ടായിരുന്നു. He sustained me. അവൻ എന്നെ നിലനിർത്തി. He was my support. അവനായിരുന്നു എന്റെ പിന്തുണ. I brought back the coin. ഞാനിതാ ആ സ്വർണ്ണ നാണയം മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. Christ is your support. ക്രിസ്തുവാണ് നിന്റെ പിൻബലം. Christ our life. ക്രിസ്തുവാണ് നമ്മുടെ ജീവിതം. Christ our character. ക്രിസ്തുവാണ് നമ്മുടെ സ്വഭാവം. Christ our strength. ക്രിസ്തുവാണ് നമ്മുടെ ശക്തി. Christ our support. ക്രിസ്തുവാണ് നമ്മുടെ പിൻബലം. May the Lord give us grace that we may rivet our eyes on Christ alone and follow his footsteps. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം നോക്കി അവന്റെ കാൽച്ചുവടുകളെ പിൻഗമിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. Christ, Christ, Christ and Christ alone. ക്രിസ്തു, ക്രിസ്തു, ക്രിസ്തുവല്ലാതെ മറ്റൊന്നുമില്ല, ക്രിസ്തു മാത്രം. When Christ is seen through us, ക്രിസ്തു നമ്മിലൂടെ കാണപ്പെടുമ്പോൾ Father is pleased. പിതാവായ ദൈവം പ്രസാദിക്കുന്നു. That's my son's life radiated there. എന്റെ പുത്രന്റെ ജീവിതം ഇതാ അവിടെ പ്രതിഫലിക്കുന്നു. In the things that he is pleased, he is glorified. അങ്ങനെ പിതാവിന് പ്രസാദം ലഭിക്കുമ്പോൾ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാനിടയാകും. God's glory as our goal. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ലക്ഷ്യമായിട്ട് ഇരിക്കട്ടെ. As the servants of the Lord in whatever capacities, may God give us grace that this may be our goal too. നമ്മുടെ ജീവിതത്തിന്റെ ഏതെല്ലാം സാഹചര്യങ്ങളിൽ നാം ആയിരുന്നാലും ഈ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യവുമായിട്ട് തീരുവാനിടയാകട്ടെ. Remember at the end of his life when the Son, the Lord Jesus, prayed to the Father. തന്റെ ഐഹിക ജീവിതകാലത്തിന്റെ അവസാനത്തിൽ യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ He said like this. താൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. Father, I have glorified your name on this earth. പിതാവേ, ഞാൻ ഭൂമിയിൽ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി. After 33 and a half years he was telling that. 33 വർഷത്തിന് ശേഷം താൻ പറയുകയാണത്. You have sent me here to do that and I have done it. നീ എന്നെ നിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ഇവിടേക്ക് അയച്ചു, ഞാനത് ചെയ്തു. I glorified your name. ഞാൻ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി. At the end of our ministry life, may the Lord give us grace that we may also be able to tell the same thing. നമ്മുടെ ശുശ്രൂഷാകാലത്തിന്റെ അവസാനത്തെങ്കിൽ ആ വാക്കുകൾ നമ്മെ കൊണ്ട് പറയുവാൻ ദൈവം ഇടയാക്കട്ടെ. Unto that, let the reason for our existence be Christ. അതുവരെയും നമ്മുടെ നിലനിൽപ്പിന്റെ ഏക ലക്ഷ്യം യേശു കർത്താവായി തീരട്ടെ. Emulate him that his attributes may be our attributes. യേശു കർത്താവിന്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി തീരട്ടെ. Let his strength flow through us. അവന്റെ ശക്തി നമ്മിലൂടെ വ്യാപരിക്കട്ടെ. He is there as our support. നമ്മുടെ എല്ലാറ്റിനും മതിയായ പിൻബലമായി അവനുണ്ട്. Yes, God's glory, our goal. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ലക്ഷ്യം ആകട്ടെ. May God bless these words into our lives. കർത്താവ് ഈ വാക്കുകളെ നമ്മുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ. Amen.